ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് അലീസ. അലീസ ഞങ്ങളുടെ നാട്ടിൽ വടകര ഇതിന് പറയുക അൽസ എന്നാണ്. അപ്പോൾ ഇതിനൊരു ആൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം കാണിക്കുന്നത്. ജംഷീന എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ. കുറച്ച് മുന്നേ ഇതേപോലെ 2-3 ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ അടുത്ത് മറന്നുപോയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ആളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, ജംഷീന. പിന്നെ ഞങ്ങളെ വടകര നാട്ടിലെ അൽസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള അൽസാണ്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ ഇത്രയും ടേസ്റ്റുള്ള ഒരു അൽസ ഞങ്ങളെ വടകര അല്ലാണ്ട് വേറെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. ഈ ഒരു ടേസ്റ്റിലുള്ള ഈ ഒരു അൽസ എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റിയാണ്. 100-101% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും അടിപൊളിയായിട്ടുള്ളൊരു അൽസൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ കല്യാണ വീട്ടിലെ അൽസാണിത് കേട്ടോ. ആ സെയിം തന്നെയാണ് ഞാൻ കാണിക്കുന്നത്, സെയിം അതേ ടേസ്റ്റിലുള്ള. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ എടുത്തത് ഈ ഇങ്ങനെ മുഴുവൻ തോടക്കമുള്ള ഗോതമ്പാണ് വേണ്ടിയത്. ഈ ഗോതമ്പ് കുത്തിയതാണ്, എന്താ പറയുക, ഇതിൻ്റെ തോല് പോക്കിയതാണ്, അതിനാണ് കുത്തിയെന്ന് പറയുന്നത്. തോല് പോക്കിയിട്ടുള്ള ഗോതമ്പാണിത്. ഇതൊരു കപ്പാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. ഇങ്ങനത്തെ മുഴുവനോടുള്ള ഗോതമ്പ് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ സാധാരണ കുറേ ആൾക്കാർ ഇപ്പം നുറുക്കിയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടും പിന്നെ റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടും അതേപോലെ തന്നെ ഈ ഗോതമ്പിനെ തന്നെ പകുതിയാക്കിയിട്ട് പൊട്ടിച്ചതുണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്നത് ഈ ഒരു മുഴുവനുള്ള ഗോതമ്പാണ്. പിന്നെ ഇതിൻ്റെ സോക്കിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഇന്നലെ രാത്രി 6 മണിക്ക് പുതിർത്തിയതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ 10 മണിയായി. അപ്പോൾ നിങ്ങൾ എപ്പോഴും തലേന്ന് പുതിർത്തി വെക്കാൻ വേണ്ടി നോക്കുക. മിനിമം ഒരു 10-12 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഞെക്കി നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ അലിഞ്ഞ് നമ്മളൊരു പശ പോലെ ആയിട്ട് വരും കേട്ടോ. അത്രയും സോഫ്റ്റ് ആകണ വരെ ഇതൊന്ന് പുതിർത്താൻ വേണ്ടി നോക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. ഇതിപ്പോൾ കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ പുതിർത്ത് തന്നെ വേണം, എന്നാലാണ് അൽസക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പുതിർത്തിയ സമയത്ത് ഈ ഒരു വെള്ളം കണ്ടില്ല, 3-4 പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷം നല്ല വെള്ളത്തിൽ പുതിർത്തിയതാണ്. ഈ വെള്ളത്തിലാണ് നമ്മളിനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത്രയും സമയം പുതിർത്തി വെച്ചാലും ഈ വെള്ളത്തിൻ്റെ കളറൊന്നും മാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പാണ്. നാട്ടിലാണെങ്കിൽ ഇതൊന്ന് പുളിച്ചിട്ട് പൊങ്ങാനൊക്കെ തുടങ്ങും, പക്ഷേ പ്രശ്നമില്ല, ആ വെള്ളത്തിൽ തന്നെയാണ് വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുതിർത്തി വെച്ച നല്ല വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത്, നമ്മളെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിനൊരു കളറൊക്കെ ഒന്ന് മാറും കുറച്ച് പുതിർത്തി വെച്ചാൽ. പക്ഷേ പ്രശ്നമില്ല, ആ വെള്ളത്തിൽ തന്നെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ലോണം വേണം കേട്ടോ. എന്നുവെച്ചാൽ നല്ലോണം എന്താ പറയുക, ആ ഗോതമ്പിൻ്റെ ഒരു 3 ഇരട്ടി എന്നെങ്കിലും വെള്ളം വേണം. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അടി കിടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഡബിൾ പോരാ, ഒരു 3 ഇരട്ടി എന്നെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഇത്രയും ഒരു 2 ഇഞ്ചിൻ്റെ മേലെ ഇതിൻ്റെ ഗോതമ്പിൻ്റെ മേലെ വെള്ളം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ചിക്കൻ കേട്ടോ. ചിക്കൻ കുറച്ച് നെയ്യോട് കൂടിയുള്ള ഒരു പീസാണ് വേണ്ടത്. ഈ ഒരു നെയ്യിൻ്റെ ഭാഗവും ഈ ഒരു പീസും. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു കക്ക് പോലെ തോന്നുന്ന ലിവറിൻ്റെ ഭാഗം പോലെ തോന്നുന്ന പീസൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റണേ, അതൊക്കെ ഫുള്ളായിട്ട് പോക്കണം. എന്നിട്ട് ഈ ഒരു ഇറച്ചി മാത്രം എല്ലോട് കൂടിയിട്ടുള്ള ഒരു ഇറച്ചിയാണ്, കുറച്ച് നെയ്യും, അതാണ് ഇപ്പോൾ നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മട്ടനോ ബീഫോ ഒക്കെ ചേർക്കട്ടോ, ഇതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ വേണ്ടത് ഒരു ഉള്ളിയാണ് എടുത്തത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളിയും 2 വെളുത്തുള്ളിയാണ് എടുത്തത്. ആ വെളുത്തുള്ളി ഇപ്പോൾ 2ആയിട്ട് മുറിച്ചതാണ് ഇപ്പോൾ ഞാൻ കേട്ടോ. ചതിക്കിയത് എടുക്കരുത്, അങ്ങനെ മുഴുവൻ തോടൊക്കെ തന്നെ വേണം. ആ വെളുത്തുള്ളി അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതി ഉള്ളി, ഒരു ഉള്ളിയാണിത്, അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പകുതി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഹോൾ സ്പൈസസ്, നമ്മളെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അത് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. ഒരു 10 തന്നെങ്കിലും ഏലക്കായും, ഒരു 5-8 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 3-4 പീസ് പട്ട, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് ഫുള്ളായിട്ട് മുഴുവൻ തോടൊക്കെ എടുക്കുക. എന്നിട്ട് ഇത് ഡയറക്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പണ്ട് വെപ്പക്കാർ നമ്മളെ കല്യാണ വീട്ടിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ തുണിയിൽ കെട്ടിയിട്ട് ആ തുണിയോടൊക്കെ ഇതിലിടുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പം പുതിയ കാലമൊക്കെ മാറിയതിന് ശേഷം ഇങ്ങനെ ആ തുണിയൊന്നും വേണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതിലിട്ടിട്ട് അത് ലോക്ക് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലിട്ടിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തുറന്നൊന്നും പോവില്ല. ഇനിയിപ്പോൾ ഞാനിത് മുഴുവനത്തോടൊക്കെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വലിയ അപ്പക്കാർ, ഞാൻ പറഞ്ഞില്ല, വെപ്പിൻ്റെ ആൾക്കാരൊക്കെ പണ്ട് വടകര ഭാഗത്തുള്ള അങ്ങനെ ചെയ്യുന്ന സമയത്ത് തുണി കെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ആ തുണിയോട് കൂടി ഇതിലിട്ട് കൊടുക്കും. എന്നിട്ടിത് വെന്താൽ അത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം നിറയുന്ന സമയത്ത്, ഇത് വേവണ സമയത്ത് ഇതിൻ്റെ ഫ്ലേവർ മാത്രം പുറത്തേക്ക് ഇറങ്ങി വരും. പക്ഷേ ഈ സ്പൈസസ് പുറത്തേക്ക് വരില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം മതി നമുക്ക്. ഇനിയിപ്പോൾ ഇത് മൂടിയിട്ട് ഞാനൊരു 10 വിസിൽ വരുന്നവരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. മുഴുവനത്തോടൊക്കെയുള്ള ഗോതമ്പായതുകൊണ്ട് വേവാൻ കുറച്ച് ടൈം വേണം, അതുകൊണ്ടാണ് 10 വിസിൽ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ നെയ്യ്, ബിരിയാണിക്കൊക്കെ എടുക്കുന്ന നെയ്യില്ലേ, അതാണ് എടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണാണ് കേട്ടോ, അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് മാറ്റി വെച്ച പകുതി ഉള്ളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിക്കുന്ന പോലെ നല്ല ഗോൾഡൻ കളർ ആകണ വരെ ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. അത് ശ്രദ്ധിച്ചിട്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയാലും ഇത് കോരി മാറ്റുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി മാറ്റുക. കാരണം പ്ലേറ്റിൽ നിന്ന് പിന്നെ ഇതൊന്നും കൂടി ഒന്ന് ചോക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആ ഉള്ളി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആ സെയിം നെയ്യ് തന്നെയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഒരു ഗോൾഡൻ കളറായാൽ അത് നമുക്ക് കോരി മാറ്റാം. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് കിസ്മിസാണ്, അതും ഇതിലേക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടി, മുന്തിരി, അതേപോലെ തന്നെ ഉള്ളി, ബിരിയാണിക്ക് എടുക്കുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. ഇത് മൂന്നും പൊരിച്ചിട്ട് നമുക്ക് വേറെ മാറ്റി വെക്കാം. അപ്പോൾ അത് മൂന്നും ഞാൻ പൊരിച്ചിട്ട് ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 10 വിസിൽ അടിച്ചതാണ് ഈ ഒരു കുക്കർ. അതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോണ വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് തുറക്കുക കേട്ടോ. ഇത് നമ്മളിപ്പോൾ തുറന്നപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ടേക്ക് എടുക്കുക, ആ നെറ്റ് എടുക്കുക. അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് അതിൻ്റെ മേലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും ഇങ്ങോട്ടേക്ക് കോരി മാറ്റാം. അതിപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് രണ്ടും മാറ്റി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൽസ കണ്ടില്ല നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ടുള്ള ഗോതമ്പാണെങ്കിലാണ് ഈ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ മുറിച്ചതും അതേപോലെ തന്നെ നുറുക്കൊന്നും ഉപയോഗിച്ചാൽ ഈ ഒരു പാകത്തിലുണ്ടാവില്ല. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ കാണിച്ചു തരാം വെന്തണോ ഇല്ല എന്നുള്ളത്. ഇങ്ങനെ തൊട്ടാൽ തന്നെ അങ്ങനെ അലിഞ്ഞു പോണ പാകമാണ് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. എന്നാൽ കാണുമ്പോൾ അങ്ങനെ വന്നതായിട്ട് നമുക്ക് തോന്നേയില്ല, നല്ല ഒരു ഭംഗിയിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോരി മാറ്റിയിട്ടുള്ള ഈ ഒരു ഇറച്ചി ഉണ്ടല്ലോ അതിന്ന് എല്ല് മുഴുവൻ മാറ്റിയെടുക്കുക കേട്ടോ. ആ എല്ല് മൊത്തം മാറ്റി, എന്നിട്ട് ഇറച്ചി മാത്രം മതി. ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തൊടാനൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ല് മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അത് വേസ്റ്റിലേക്ക് ഇടുക. നമുക്ക് ഇറച്ചി മാത്രം മതി. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പൈസസ് തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം നമ്മൾ അലീസയിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏലക്കായ ഒന്ന് തുറന്നിട്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അൽസയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇതിനൊന്ന് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ഞാനിപ്പോൾ വലിയൊരു മിക്സി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വലിയ മിക്സി എടുത്തത്. എന്നിട്ടത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി എടുത്തിട്ട് പകുതി അവിടെ വെക്കണ്ട, മുഴുവനത്തോടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലാണ് കറക്റ്റ് പാകത്തിലായി കിട്ടുക കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവൻ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടിരാം. അപ്പോൾ അത് ഞാൻ ഒന്ന് നിർത്തി 2-3 പ്രാവശ്യമായിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. മുഴുവനായിട്ട് അടിഞ്ഞു പോകാൻ പാടില്ല, ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാവണം. ഫുള്ളിങ്ങനെ ഒരു പേസ്റ്റ് പോലെ അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ഒരു പൾസ് ചെയ്യാമെന്ന് പറയില്ല മിക്സി, അങ്ങനെ പൾസ് ചെയ്തിട്ട് അത് അടിച്ചെടുക്കാൻ പാടില്ല. അതാ ഈ ഒരു പാകത്തിൽ. അപ്പോൾ അതിന് നമുക്ക് ആ മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് മിക്സി കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. 1 കപ്പ് ഗോതമ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ അത് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. ഇതിപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഉള്ളത്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1.5 കപ്പ്. 1 കപ്പ് ഗോതമ്പാണ് എടുത്തത്. അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റണം. ഇനിയിപ്പോൾ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോഴത്തെ പുതിയ കാലം മാറി നമ്മൾ ഓരോ സാധനവും പുതിയ നവീകരിച്ച രൂപം എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ അലീസയിലൊക്കെ ഫ്രഷ് ക്രീം ചേർക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പല പല സാധനങ്ങളിൽ ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതിയേ. ഇനിയിപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ നമ്മളെ മിൽക്ക് മെയ്ഡോ അതൊന്നും ചേർക്കണ്ട. നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു പണ്ടത്തെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു അൽസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാനൊന്നും വിട്ടുപോയത്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യണേ. ഇപ്പോൾ അതായത് ഇപ്പോൾ നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷമുള്ള പാകമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ നല്ല കട്ടിയാവും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടിയത്. ഇതിപ്പോൾ ചൂടാറിയപ്പോഴാണ് ഇതിങ്ങനെ ആയത്. ഇപ്പോൾ നേരെ ചൂടായതുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു അൽസ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിക്കനോ അല്ലെങ്കിൽ എന്താ മീറ്റൊക്കെ ചേർത്തിട്ടുള്ള അൽസ നിങ്ങൾ കണ്ടണോ ഇല്ല എന്നുള്ളത് പറയണേ. നമ്മൾ ഇതിൻ്റെ സ്പൈസി അലീസ എന്ന് പറഞ്ഞിട്ട് വേറെ അലീസ ഉണ്ട്, ഹലീം എന്ന് പറഞ്ഞിട്ട്. അതല്ലത്, ഇത് മധുരം ഇട്ടിട്ട് കഴിക്കുന്ന അലീസാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യാണ് ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ നെയ്യ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ആ നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും കിസ്മിസിൻ്റെ ഒന്നും നെയ്യ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ ഇല്ല, അതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഞാനിപ്പോൾ അണ്ടിയും മുന്തിരിയും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. പഞ്ചസാര ഇപ്പോൾ ഇതിലിടൂല, നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമാണ് പഞ്ചസാര മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വിളമ്പണ രീതി എന്ന് പറയുന്നത്. എന്നിട്ട് പഞ്ചസാര നമ്മൾ വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം, കഴിക്കുന്ന സമയത്താണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തിന്നുക. അപ്പോൾ അത് കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അലീസ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും തിന്നിട്ടുണ്ടാവില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അലീസയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വടകരക്കാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, അവരെ മാത്രം റെസിപ്പിയാണിത്. വടകര മാത്രമുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു ഇറച്ചിയോ ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു അലീസ എന്ന് പറയുന്നത്, മധുരം ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ കണ്ടില്ല, മധുരം ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ തിന്നണം കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. അത് മാത്രമല്ല തിന്നാനാണെങ്കിൽ നുണ ആവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ തിന്നണ കാണിച്ചു തരാം. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോരി മാറ്റാം. ഇതിപ്പോൾ സ്പൂൺ കൊണ്ടൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ, ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കഴിക്കണം. അതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പഞ്ചസാര ഇടുകയാണ് ചെയ്യുക. പഞ്ചസാരൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് മുന്നിലാണ്, എനിക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര വേണം. എന്ത് കാര്യത്തിലും ഞാൻ മധുരമുള്ള കുറച്ച് കൂടുതലാണ് കഴിക്കൽ കേട്ടോ. അപ്പോൾ അത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് എന്താ പറയുക, ഞെരടി കഴിക്കാമെന്നൊക്കെ പറയില്ല, ആ ഉള്ളിയും ആ നെയ്യും ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ നല്ല കൊയാന്ന് കുഴച്ചിട്ട് നല്ലൊരു പിടി പിടിക്കുക. ഇത് തിന്നാലുണ്ടല്ലോ ചുറ്റുള്ളൊന്നും കാണൂല എന്ന് പറയുന്നത് വെറുതെ അല്ല, ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്രയും ടേസ്റ്റിയാണ് ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ കേട്ടോ. എന്താ പറയുക, അത്രയും നിങ്ങളെ ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ടേസ്റ്റുള്ള ഒരു അലീസ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നിർത്താനേ പറ്റില്ല തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു ചിക്കനും ഈ പഞ്ചസാരയും കൂടി എങ്ങനെയാണ് ഇത് ചേരുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഒരിക്കലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രശ്നമില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് പറയാനേ പറ്റില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമായില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ച അലീസ ഇഷ്ടമായിണല്ലോ, അതുപോലെ ജംഷീനക്കും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.